10ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ അരിത്തമെറ്റിക് സീക്വൻസസ് അഥവാ സമാന്തര ശ്രേണികൾ. ഈ ചാപ്റ്ററാണ് ഇന്നത്തെ വീഡിയോ. എല്ലാ സ്റ്റുഡൻസിനും സ്വാഗതം. ഈ ചാപ്റ്ററെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ വളരെ എളുപ്പമുള്ള ചാപ്റ്ററാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാം, അതുപോലെ ഈസി ആയിട്ട് മാർക്കും സ്കോർ ചെയ്യാം. നമുക്കപ്പോൾ ചാപ്റ്ററിലേക്ക് കടക്കാം. അപ്പം നമുക്ക് എന്താണ് സീക്വൻസ് അഥവാ ശ്രേണി എന്താണെന്ന് ആദ്യം പഠിക്കാം. അപ്പം ഇവിടെ ഞാൻ കുറച്ച് പാറ്റേൺസ് എഴുതിയിട്ടുണ്ട്. അപ്പം ആദ്യത്തെ എന്താണ് 1, 2, 3 എക്സെട്ര. ഇത് നമുക്കറിയാമല്ല, നാച്ചുറൽ നമ്പേഴ്സ്. അടുത്തത് എന്താണ് 2, 4, 6 എക്സെട്ര. അതെന്താണ് ഈവൻ നമ്പേഴ്സ്, ഇരട്ട സംഖ്യകൾ. അടുത്തത് 1, 3, 5 എക്സെട്ര, ഓഡ് നമ്പേഴ്സ്. അടുത്തത് എന്താണ് ഹാഫ്സ് ഓഫ് നമ്പേഴ്സ്, അതായത് ഹാഫ്, 1, 1 and 1/2 എക്സെട്ര. നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഹാഫാണ്. നാച്ചുറൽ നമ്പേഴ്സ് അറിയാലോ, 1, 2, 3. അതിൻ്റെ ഹാഫ്, 1ൻ്റെ ഹാഫ് ഹാഫ്, അതുപോലെ 2ൻ്റെ ഹാഫ് 1, 3യുടെ ഹാഫ് എന്താണ് 1 and 1/2. അങ്ങനെ പോകുന്നു. ഇനി അടുത്ത പാറ്റേൺ നോക്കിയേ, 1, 4, 9 എക്സെട്ര. ഇതെന്താണ്? ഇത് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് ആണ്, പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അഥവാ പൂർണ്ണവർഗ സംഖ്യകൾ. 1ൻ്റെ സ്ക്വയർ 1 തന്നെ, നിങ്ങൾക്കറിയാം അല്ലേ. 2ൻ്റെ സ്ക്വയർ എന്താണ് 4. അടുത്തത് എന്താണ് 3യുടെ സ്ക്വയർ 9. അപ്പം അടുത്തത് എന്തായിരിക്കും 4ൻ്റെ സ്ക്വയർ 16. ഈ പാറ്റേൺ ഒക്കെ ഒന്ന് നോക്കിയേ. ഇതിലൊരു പ്രത്യേകതയില്ലേ? കാരണം ഈ ഓരോ പാറ്റേൺ പോകുന്നതും ഒരു പ്രത്യേക റൂൾ ഒബേ ചെയ്താണ്, ഒരു പ്രത്യേക നിയമം അനുസരിച്ചിട്ടാണ് ഈ നമ്പേഴ്സ് പോകുന്നത്. ഇപ്പം ഇതിൽ ഓരോ നമ്പറിനെയും പൊസിഷൻ അനുസരിച്ച് നമുക്ക് പറയാം. ഇത് ഫസ്റ്റ് ടേം, ഇത് സെക്കൻഡ് ടേം, ഇത് തേർഡ് ടേം, അല്ലെങ്കിൽ 1ാം പദം, 2ാം പദം, 3ാം പദം, അങ്ങനെ പറയാം. അപ്പം ഇതിൽ നമുക്കിപ്പോൾ 3ാം പദം കിട്ടിയാൽ 4ാം പദം അല്ലെങ്കിൽ 4th ടേം എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളത് ഈ റൂൾ അനുസരിച്ച് നോക്കി നമുക്ക് പറയാം. ഇവിടെ എന്താണ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്, അപ്പം നിങ്ങൾക്ക് അറിയാം അത്. അടുത്ത നമ്പർ 4 ആയിരിക്കും. ഇതെന്താണ് 2, 4, 6 ഈവൻ നമ്പേഴ്സ് ആണ്. 2 കൂട്ടിയാണ് പോകുന്നത്. അപ്പം അടുത്ത നമ്പർ 8, 10. അതെല്ലാം ഈസിയാണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ. അതുപോലെ അടുത്തത് ഓഡ് നമ്പേഴ്സ് 1, 3, 5. അപ്പം അടുത്തത് നിങ്ങൾക്ക് അറിയാം അല്ലേ, 7. പിന്നെ അടുത്തത് എന്താണ് 9. അതുപോലെ ഇത് ഹാഫ്, 1, 1 and half. അപ്പം അടുത്തത് എന്തായിരിക്കും 2. പിന്നെ അടുത്തത് എന്തായിരിക്കും 2 and half. അപ്പം ഇവിടെ എന്താണ് ആഡ് ചെയ്ത് പോകുന്നു. ഒരു പ്രത്യേക നിയമം ഇവിടെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ എന്താണ് സ്ക്വയേഴ്സ് ആണ് അല്ലേ, പൂർണ്ണവർഗ സംഖ്യകളാണ്. 1, 4, 9. അപ്പം അടുത്തത് എന്താണ് 16. അടുത്തത് എന്തായിരിക്കും 25. അപ്പം ഈ പാറ്റേൺസിനെയാണ് നമ്മൾ സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ എന്താണ് ചെയ്തിരിക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. അതായത് a collection of numbers which are ordered as first, second, third and so on like this according to some rule is called a number sequence. ഒരു റൂൾ അനുസരിച്ചിട്ട് ആ പൊസിഷൻ അനുസരിച്ച് നമ്മൾ നമ്പർ പാറ്റേൺ എഴുതുന്നതാണ് ഒരു സീക്വൻസ് അഥവാ ശ്രേണി. മനസ്സിലായല്ലോ? അതായത് സീക്വൻസ് അല്ലെങ്കിൽ ശ്രേണിയിൽ ഇതുപോലെ നമ്മൾ നമ്പേഴ്സ് ഇങ്ങനെ ക്രമമായി ഒരു റൂൾ അനുസരിച്ച് ക്രമമായി എഴുതുന്നതിനെയാണ് സീക്വൻസ് അഥവാ ശ്രേണി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇവിടെ ഒരു 3 ടേംസ് അറിയാമെങ്കിൽ ബാക്കി എത്ര ടേംസ് വേണമെങ്കിലും നമുക്കിവിടെ എഴുതാൻ പറ്റും. കാരണം ഇതൊരു റൂള് ഫോളോ ചെയ്താണ് ഇത് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഏത് ഒരു സീക്വൻസിലെ 3 ടേം തന്നാലും നമുക്ക് അടുത്ത ടേംസ് എഴുതി പോവാം. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പം എന്താണ് നമ്പർ സീക്വൻസ് അഥവാ സംഖ്യാശ്രേണി? എന്താണ്? ഒരു ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സിനെ നമ്മൾ അതിൻ്റെ പൊസിഷൻ അനുസരിച്ച് ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം എന്ന ഓർഡറിൽ ഒരു പ്രത്യേകമായ ഒരു നിയമം അനുസരിച്ച് എഴുതുന്നതിനെയാണ് പറയുന്നത് സംഖ്യാശ്രേണികൾ അഥവാ നമ്പർ സീക്വൻസ്. നമുക്ക് വേറെ ഒരു എക്സാമ്പിൾ നോക്കാം, വേറൊരു പാറ്റേൺ എഴുതി നോക്കാം. 2, 5,
7, 10, 18 ഇങ്ങനെ പോകുന്നു. ഈ പാറ്റേൺ ഒന്ന് നോക്കിയേ, ഇതൊരു സീക്വൻസ് ആണോ? ഇപ്പം നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ ഇത് സീക്വൻസ് ആണോ അല്ലെങ്കിൽ ശ്രേണിയാണോ. ഇവിടെ നമ്മളിപ്പോൾ ഈ കണ്ട പോലെ ഇവിടെ ഒരു റൂൾ അനുസരിച്ചിട്ടാണ് ഇത് ഫോം ചെയ്തിരിക്കുന്നത്. ഇവിടെ 2 കഴിഞ്ഞാൽ 5 അല്ലേ, അപ്പോൾ ആ ഡിഫറൻസ് 3 വരുന്നത്. ഇവിടെ ആണെങ്കിലോ 5 കഴിഞ്ഞാൽ 7 ഡിഫറൻസ് 2. ഇവിടെ 3. പിന്നെ ഇവിടെ 10 കഴിഞ്ഞാൽ 18, അപ്പോൾ ഇവിടെ ഡിഫറൻസ് 8. അപ്പം നമ്മളിപ്പോൾ പഠിച്ച പോലെ ഒരു റൂൾ ഫോളോ ചെയ്തിട്ടല്ല ഈ പാറ്റേൺ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു നമ്പർ സീക്വൻസ് അല്ല, അല്ലെങ്കിൽ ഒരു സംഖ്യാശ്രേണി അല്ല. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്താണ് സീക്വൻസ് എന്നുള്ളത്, മനസ്സിലായി കാണുമല്ലോ നമ്പർ സീക്വൻസ് അഥവാ സംഖ്യാശ്രേണി എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ 8ാമത്തെ പേജിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നോക്കിയേ, ഡോട്ട്സ് വെച്ചിട്ട് ട്രയാങ്കിൾ ഉണ്ടാക്കിയിരിക്കുന്നതാണ് അല്ലേ. ചോദിച്ചിരിക്കുന്നത് റൈറ്റ് ദ നമ്പർ ഓഫ് ഡോട്ട്സ് ഇൻ ഈച്ച് ട്രയാങ്കിൾ. ഓരോ ട്രയാങ്കിളിലെയും ഡോട്ട്സ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ട്രയാങ്കിൾ നോക്കിയേ, ആദ്യത്തെ ട്രയാങ്കിളിൽ എത്ര ഡോട്ട്സ് ഉണ്ട്? 1, 2, 3 3 ഡോട്ട്സ് ഉണ്ട്. അതായത് ആദ്യത്തെ റോയിൽ 1 ഡോട്ട്, രണ്ടാമത്തെ റോയിൽ 2 ഡോട്ട്. അപ്പോൾ ഇത് ടോട്ടൽ എത്ര ഡോട്ട്സ് ഉണ്ട്? 3. ഫസ്റ്റ് ട്രയാങ്കിളിൽ 3 ഡോട്ട്സ് ഉണ്ട്. ഇനി അടുത്ത ട്രയാങ്കിൾ നോക്കിയേ, ഫസ്റ്റ് റോയിൽ 1 ഡോട്ട്, സെക്കൻഡ് റോയിൽ 2 ഡോട്ട്, തേർഡ് റോയിൽ 3 ഡോട്ട്. അപ്പം 1 + 2 + 3. ആ ഓർഡറിൽ എഴുതുന്നത് നിങ്ങൾക്കത് ആ സീക്വൻസ് എങ്ങനെയാണ് വരുന്നതെന്ന് മനസ്സിലാക്കാനാണ്. അപ്പം നമ്മൾ നേരത്തെ എഴുതിയ പോലെ തന്നെ ആദ്യത്തെ റോയിൽ 1 പ്ലസ് രണ്ടാമത്തെ റോയിൽ 2 പ്ലസ് മൂന്നാമത്തെ റോയിൽ 3. അപ്പം ടോട്ടൽ എത്രയായി? 1, 2, 3, 3, 6. അപ്പം ഇവിടെ എത്ര ഡോട്ട്സ് ഉണ്ട്? 6 ഡോട്ട്സ്. ഇനി അടുത്ത ട്രയാങ്കിളിൽ നോക്കിയേ, ഇവിടെ എത്ര ഡോട്ട്സ് ഉണ്ട്? 1, ആദ്യത്തെ റോയിൽ 1, രണ്ടാമത്തേതിൽ 2, മൂന്നാമത്തേതിൽ 3, നാലാമത്തേതിൽ 4. അപ്പോൾ വീണ്ടും നമുക്ക് ഇതുപോലെ തന്നെ കൂട്ടി എഴുതാം. ആദ്യത്തേതിൽ 1 പ്ലസ് രണ്ടാമത്തെ റോയിൽ 2 പ്ലസ് മൂന്നാമത്തേതിൽ 3 പ്ലസ് നാലാമത്തെ റോയിൽ 4. അപ്പം എത്രയായി? 10 അല്ലേ? ഇത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണ്. സിമ്പിൾ അല്ലേ? ഇപ്പം നമ്മളെങ്ങനെയാണ് ഫസ്റ്റ് ട്രയാങ്കിൾ, ആദ്യത്തെ ത്രികോണം 3 ഡോട്ട് കൊണ്ടാണ് അത് വന്നിരിക്കുന്നത്. ആദ്യത്തെ റോയിൽ 1 ഡോട്ട്, രണ്ടാമത്തെ റോയിൽ 2 ഡോട്ട്. അപ്പം നമ്മൾ ആ ഒരു ക്രമത്തിൽ തന്നെയാണ് എഴുതി പോയിരിക്കുന്നത്, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. 1 + 2 3. അടുത്തതിൽ ആദ്യത്തേതിൽ 1, രണ്ടാമത്തേതിൽ 2, മൂന്നാമത്തേതിൽ 3. 1 + 2 + 3 6 ഡോട്ട്സ്. അടുത്ത ട്രയാങ്കിൾ, ഈ ട്രയാങ്കിളിൻ്റെ കൂടെ ഇവിടെ താഴത്തെ ഒരു റോയും കൂടി വന്ന് അല്ലേ. ഇവിടെ 3 ആണെങ്കിൽ താഴത്തെ റോയിൽ പിന്നെ 4 എണ്ണം വന്ന്, അപ്പോൾ ഇതിൻ്റെ കൂടെ 4 കൂടി കൂട്ടിയാൽ മതി. അപ്പോൾ എത്രയായി? 10. ഇത്രയും മനസ്സിലായല്ല? ഇനി ഇവർ ചോദിച്ചിട്ടുണ്ട്, ഇപ്പം നമ്മൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് 3 ട്രയാങ്കിൾസ് ആണ് എഴുതിയിരിക്കുന്നത്. 2 ട്രയാങ്കിൾസും കൂടെ വരെയാണെങ്കിൽ അതിന് എത്ര ഡോട്ട്സ് ഉണ്ടായിരിക്കും എന്നതാണ് ചോദ്യം. അപ്പം നമുക്കിനി ട്രയാങ്കിൾ വരക്കണം എന്നില്ല, ഡോട്ട്സ് വെച്ച് ട്രയാങ്കിൾ വരക്കണം എന്നില്ല, അല്ലാതെ തന്നെ നമ്മൾക്കിപ്പോൾ അത് മനസ്സിലായി കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഫസ്റ്റ് ട്രയാങ്കിളിന് എന്താണ്? 1 + 2 3 ഡോട്ട്സ്. രണ്ടാമത്തെ ട്രയാങ്കിളിന് എന്താണ്? 1 + 2 + 3. അപ്പം 6 ഡോട്ട്സ്. ഞാനിപ്പോൾ പറഞ്ഞത് തന്നെയാണ് വീണ്ടും പറയുന്നത്. അടുത്തത് എന്താണ്? 1 + 2 + 3 + 4 10. ഇതുവരെ നമ്മൾ കണ്ടുപിടിച്ചതാണ് അല്ലേ, ഇതുവരെ നമ്മൾ കണ്ടുപിടിച്ചതാണ്. ഇനി നാലാമതൊരു ട്രയാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ, ഫോർത്ത് ട്രയാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ അതിന് എത്ര ഡോട്ട്സ് ഉണ്ടാവും? നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറയാം. 1 + 2 + 3 + 4 പ്ലസ് അടുത്തത് 5 കൂടെ ആഡ് ചെയ്യാം അല്ലേ. വളരെ സിമ്പിൾ അല്ലേ ഇത്? 1 + 2 + 3 + 4 + 5. അപ്പം എത്ര വരും? 15.
അപ്പൊ ഫോർത്ത് ട്രയാങ്കിൾ എത്തി. ഇനി ഫിഫ്ത്ത് ട്രയാങ്കിളിലുണ്ടെങ്കിൽ അതിന്റെ ഡോട്ട്സ് എത്രയായിരിക്കും? ഇതിന്റെ കൂടെ ഇപ്പൊ നമ്മൾ ലാസ്റ്റ് കൂട്ടിയത് 5 ആണ്. അപ്പൊ പിന്നെ അടുത്തതിൽ എത്ര കൂട്ടണം? 6. അപ്പൊ 1 + 2 + 3 + 4 + 5 + 6 21. മനസ്സിലായല്ലോ ഇത്? ഇനി സിക്സ്ത് ട്രയാങ്കിൾ ആണെങ്കിലോ? സിക്സ്ത് ട്രയാങ്കിളിന് എത്ര വരും? 1 + 2 + 3 + ഇതിപ്പോ നിങ്ങൾക്ക് മനസ്സിലായി കാണും, എങ്കിലും ഞാനിങ്ങനെ നിരത്തി എഴുതുന്നത് മാത്രം കേട്ടോ. 5 + 6 + അടുത്തത് എത്രയാണ്? 7 ആഡ് ചെയ്യണം. അപ്പൊ 21നോട് 7 കൂട്ടിയാൽ 28. അപ്പൊ ഇനി അടുത്ത ട്രയാങ്കിൾ വരികയാണെങ്കിലോ വീണ്ടും ഇതിനോട് ഇവിടെ 7 അല്ലേ കൂട്ടിയത് ലാസ്റ്റ്. അപ്പൊ ഇനി എത്രയായിരിക്കണം? 8. അപ്പൊ ഇത് മനസ്സിലായില്ലേ ഇതെങ്ങനെയാണ് വരുന്നതെന്ന്? ഇനി ഈ നമ്പർ ഓഫ് ഡോട്ട്സ് ഓരോ ട്രയാങ്കിളിന്റെ ഒന്ന് നോക്കിയേ. ഫസ്റ്റ് ട്രയാങ്കിളിന് 3, രണ്ടാമത്തെ ട്രയാങ്കിളിന് 6, മൂന്നാമത്തേതിന് 10, നാലാമത്തേതിന് 15, പിന്നെ 21, 28. അപ്പൊ ഈ പാറ്റേൺ എങ്ങനെയാണ് പോകുന്നതെന്ന് നോക്കിയേ. 3, 6, 10, 15, 21, 28. അത് സെപ്പറേറ്റ് ആയിട്ട് എഴുതിയാലും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. 3, 6, 10, 15, 21, 28 ഇങ്ങനെ പോവുകയാണ് അല്ലേ? അതായത് ഇവിടെ 3 കൂട്ടുന്നു, അടുത്തത് എന്താണ്? 4 കൂട്ടുന്നു, അടുത്തത് 5 കൂട്ടുന്നു, അടുത്തത് 6 കൂട്ടുന്നു, അടുത്തത് 7 കൂട്ടുന്നു. അപ്പൊ ഇതെന്താണ്? നമ്മൾ നേരത്തെ പഠിച്ച നമ്പർ സീക്വൻസ് അല്ലേ? അതായത് സംഖ്യാശ്രേണി അല്ലേ? ക്ലിയർ ആയില്ലേ എല്ലാവർക്കും? ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. എന്താണ് രണ്ടാമത്തെ പ്രോബ്ലം പറഞ്ഞിരിക്കുന്നത്? ഫ്രം ദ സീക്വൻസ് equilateral triangle, square, regular pentagon and so on of regular polygons form the following sequences. Number of sides 3, 4, 5, 6, etc. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? റെഗുലർ പോളിഗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. 3 സൈഡ്സ് ഉള്ള പോളിഗൺ എന്താണ്? ട്രയാങ്കിൾ ആണ്. അതിൽ റെഗുലർ പോളിഗൺ വരുമ്പോൾ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ അഥവാ സമഭുജ ത്രികോണം. ഇതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ 4 സൈഡ്സ് ഉള്ള റെഗുലർ പോളിഗൺ ഏതാണ്? സ്ക്വയർ അഥവാ സമചതുരം. 5 സൈഡുള്ള പോളിഗൺ റെഗുലർ പെന്റഗൺ അഥവാ സമപഞ്ചഭുജം. അതുപോലെ അങ്ങനെ പോകുന്നു. അതായത് റെഗുലർ ചേർത്താൽ നമുക്കറിയാം എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. അപ്പൊ ഇവിടെ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ട്രയാങ്കിളിൽ നിന്നാണ്. ഈക്വലാറ്ററൽ ട്രയാങ്കിൾ അഥവാ സമഭുജ ത്രികോണം. അപ്പൊ അതിന് എത്ര സൈഡ്സ് ഉണ്ട്? 3. സ്ക്വയറിന് എത്ര സൈഡ്സ് ഉണ്ട്? 4. റെഗുലർ പെന്റഗണിന് എത്ര ഉണ്ട്? പെന്റഗൺ റെഗുലർ ആണെങ്കിലും അല്ലെങ്കിലും പെന്റഗണിന് എത്ര സൈഡാണ്? 5. ഹെക്സഗണിന് എത്രയാണ്? 6. അപ്പൊ അത് അങ്ങനെ പോവുകയാണ് അല്ലെ? 3, 4, 5, 6. അടുത്തതായിരിക്കും 7, 8 എക്സെട്ര. അതൊരു ആ നമ്പർ ഓഫ് സൈഡ്സ് വരുന്ന സീക്വൻസ് ഒരു സംഖ്യാശ്രേണിയല്ലേ? അല്ലെങ്കിൽ നമ്പർ സീക്വൻസ് അല്ലേ അത്? അപ്പൊ നമുക്ക് ഒന്നുകൂടെ പറയാം അല്ലെ? റെഗുലർ പോളിഗൺസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതെല്ലാം. അപ്പൊ ഫസ്റ്റ് വരുന്നത് ഏതാണ്? ഈക്വലാറ്ററൽ ട്രയാങ്കിൾ, അടുത്തത് സ്ക്വയർ, അടുത്തത് റെഗുലർ പെന്റഗൺ, അടുത്തത് റെഗുലർ ഹെക്സഗൺ, അങ്ങനെ പോകുന്നു. ഇനി ആദ്യം പറഞ്ഞിരിക്കുന്ന നമ്പർ ഓഫ് സൈഡ്സ് ആണ്. ഈക്വലാറ്ററൽ ട്രയാങ്കിളിലെ സൈഡ്സ് എല്ലാം അവിടെ ഈക്വൽ ആണ്, എല്ലാ വശങ്ങളും തുല്യമാണ്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കാം. സൈഡ്സ് ഈക്വലാറ്ററൽ ട്രയാങ്കിളിന് എത്ര സൈഡ്സ് ഉണ്ട്? 3. അതുപോലെ സ്ക്വയറിന് എത്ര സൈഡ് ഉണ്ട്? 4. അതുപോലെ റെഗുലർ പെന്റഗൺ 5. അതുപോലെ റെഗുലർ ഹെക്സഗൺ എത്രയാണ്? 6. ഇങ്ങനെ പോകും. 3, 4, 5, 6. ഇനി റെഗുലർ ആകുമ്പം അടുത്തത് 7, 8 അങ്ങനെ പോകും ആ സീക്വൻസ്. ഇനി അടുത്തത് എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. അടുത്തത് എന്താണ് ചോദിച്ചിരിക്കുന്നത്? സം ഓഫ് ഇന്നർ ആംഗിൾസ്. ഇന്നർ ആംഗിൾസിന്റെ തുക, അതായത് ഈ പോളിഗന്റെ ആന്തരിക കോണുകളുടെ തുക അഥവാ സം ഓഫ് ഇന്നർ ആംഗിൾസ്. ഈക്വലാറ്ററൽ ട്രയാങ്കിളിന് 3 ആംഗിൾ ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓരോ ആംഗിളും ഈക്വൽ ആയിരിക്കും. ഇന്നർ ആംഗിൾസിന്റെ സം നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. സം ഓഫ് ഇന്നർ ആംഗിൾസിന്റെ ഫോർമുല പഠിച്ചിട്ടുണ്ടല്ലോ. n - 2 ×
180. ഈ ഫോർമുല യൂസ് ചെയ്താണ് നമ്മൾ സം ഓഫ് ഇന്നർ ആംഗിൾസ് ഒരു പോളിഗണ്ട് അല്ലെങ്കിൽ n-2 ഇൻറ്റു 180. n എന്താണ് ഇവിടെ? നമ്പർ ഓഫ് സൈഡ്സ്. അപ്പൊ ഇവിടെ നമുക്ക് ഫസ്റ്റ് വരുന്നത് ട്രയാങ്കിൾ 3 സൈഡ്. അപ്പൊ എന്നിന് എത്ര കൊടുക്കണം? 3 - 2 1 ഇൻറ്റു 180. അപ്പൊ ഈ ട്രയാങ്കിളിന്റെ സം ഓഫ് ഇന്നർ ആംഗിൾ എന്താണ്? 180 ഡിഗ്രി. ഇനി അടുത്തത് എന്താണ്? സ്ക്വയർ ആണ്. അപ്പൊ ഇവിടെ എന്നിന് എന്ത് കൊടുക്കണം? 4 - 2 എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 180. ഇവിടെ എത്ര വരും? 360 ഡിഗ്രി. ഇനി അടുത്തത് എന്താണ്? റെഗുലർ പെന്റഗൺ. അപ്പൊ ഇവിടെ എന്താണ്? പഞ്ചഭുജം. എന്താണ്? 5. അപ്പൊ ഇവിടെ എന്നിന് 5 കൊടുക്കുക. 5 - 2 3 ഇൻറ്റു 180. എത്രയാണ്? 3 ഇൻറ്റു 180 540 ഡിഗ്രി. പെന്റഗണിന്റെ സം ഓഫ് ഇന്നർ ആംഗിൾസ് കിട്ടി. ഇനി അടുത്തത് റെഗുലർ ഹെക്സഗൺ. ഹെക്സഗൺ എന്ന് പറയുമ്പോൾ 6. അപ്പൊ എന്നിന് ഇവിടെ എന്ത് കൊടുക്കണം? 6 - 2 അതായത് 4 ഇൻറ്റു 180. അപ്പൊ എത്ര വരും? 720 ഡിഗ്രി. അപ്പൊ സം ഓഫ് ഇന്നർ ആംഗിൾസ് നമ്മൾ എഴുതി. ആദ്യത്തേത് എന്താണ്? 180 ഡിഗ്രി. സ്ക്വയറിന്റെ എന്താണ്? 360 ഡിഗ്രി. റെഗുലർ പെന്റഗൺ എന്താണ്? 540 ഡിഗ്രി. റെഗുലർ ഹെക്സഗൺ എന്താണ്? 720 ഡിഗ്രി. മനസ്സിലായല്ലോ? ഇനി അടുത്തത് നോക്കാം. അടുത്തത് എന്താണ് ചോദിച്ചിരിക്കുന്നത്? സം ഓഫ് ഔട്ടർ ആംഗിൾസ്. സം ഓഫ് ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നതാണ് ബാഹ്യകോൺ. അപ്പൊ ട്രയാങ്കിളിന്റെ ആണെങ്കിലും സ്ക്വയറിന്റെ ഒക്കെ ആണെങ്കിലും ഏത് പോളിഗൺ ആണെങ്കിലും സം ഓഫ് ഔട്ടർ ആംഗിൾസ് ഈസ് 360 ഡിഗ്രി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിപ്പോൾ 3 സൈഡ്സ് ഉള്ളതാണെങ്കിലും 4 സൈഡ് ഉള്ളതാണെങ്കിലും 5 സൈഡ് ഉള്ളതാണെങ്കിലും 10 സൈഡ് ഉള്ളതാണെങ്കിലും എത്ര സൈഡ് ഉള്ളതാണെങ്കിലും അതിൻ്റെ സം ഓഫ് ഔട്ടർ ആംഗിൾസ് എപ്പോഴും 360 ഡിഗ്രി ആയിരിക്കും. ഓർത്ത് വെക്കുക, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ് അതൊക്കെ. അപ്പോൾ ബാഹ്യകോണുകളുടെ തുക 360 ഡിഗ്രി ആയിരിക്കും ഏത് പോളിഗൺ ആണെങ്കിലും. അപ്പം നമുക്കിവിടെ എഴുതാം എന്താണ്? അതിപ്പോൾ ഈക്വൽ ട്രയാങ്കിളിനാ സ്ക്വയറിനാ റെഗുലറിനാ ഒന്നും നോക്കണ്ട, എല്ലാത്തിനും എന്താണ്? 360 ഡിഗ്രി. ഡിഗ്രി. ഇനി അടുത്തത് എന്താ ചോദിച്ചിരിക്കുന്നത്? 1 ഇന്നർ ആംഗിൾ, ഒരു ആന്തരകോൺ. അതായത് നമ്മളിപ്പോൾ ആദ്യം എടുത്തിരിക്കുന്നത് എന്താണ്? ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. സം ഓഫ് ഇന്നർ ആംഗിൾസ് ഓരോന്നിൻ്റെയും നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ഈക്വലാറ്ററൽ ട്രയാങ്കിൾ അഥവാ സമഭുജ ത്രികോണത്തിന്റെ സം ഓഫ് ഇന്നർ ആംഗിൾസ് അല്ലെങ്കിൽ ആന്തരകോണുകളുടെ തുക 180 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ 1 ഇന്നർ ആംഗിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതെല്ലാം സൈഡ്സ് ഈക്വൽ ആയതുകൊണ്ട് തന്നെ എല്ലാം റെഗുലർ പോളിഗൺ ആണ്. അതുകൊണ്ട് തന്നെ ഓരോ ആന്തരകോണും അല്ലെങ്കിൽ ഓരോ ഇന്നർ ആംഗിളും ഈക്വൽ ആയിരിക്കും. നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? ടോട്ടല് 180 ഡിഗ്രി. നമ്പർ ഓഫ് സൈഡ്സ് എത്രയാണ്? 3 ആണ്. അപ്പം 3 ഇന്നർ ആംഗിളാണ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ 3 ആന്തരകോണാണ്. അപ്പം നമുക്കിവിടെ 180നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരു ഇന്നർ ആംഗിൾ കിട്ടിയില്ലേ? അപ്പം 180 ഡിവൈഡഡ് ബൈ 3 എത്രയാണ്? 60 ഡിഗ്രി. ഇനി അടുത്ത സ്ക്വയറിന്റെ ടോട്ടൽ ആംഗിൾ എത്രയാണ്? 360. അതിന് എത്രയാണ്? 4 സൈഡ്സ് ആണുള്ളത്. അപ്പം 360 ഡിവൈഡഡ് ബൈ 4 90. അടുത്തത് എന്താണ്? റെഗുലർ പെന്റഗൺ. അതിന്റെ സം ഓഫ് ഇന്നർ ആംഗിൾ 540 ആണ് അല്ലേ? അപ്പൊ അതിനെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ? 540 ഡിവൈഡഡ് ബൈ 5 അപ്പൊ എത്ര കിട്ടും? 108 ഡിഗ്രി, 108 ഡിഗ്രി. ഇനി അടുത്തത് റെഗുലർ ഹെക്സഗൺ ആണ്. അതിന്റെ സം ഓഫ് ഇന്നർ ആംഗിൾ 720 ആണ്. അപ്പൊ അതിന് 720യെ ഈ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഒരു ഇന്നർ ആംഗിൾ കിട്ടി. അതെത്രയാണ്? 120 ഡിഗ്രി. മനസ്സിലായല്ലോ? ഓരോ റെഗുലർ പോളിഗണിന്റെയും ഇന്നർ ആംഗിൾ കണ്ടുപിടിക്കുന്നത് അതിന്റെ സം ഓഫ് ഇന്നർ ആംഗിൾ നമുക്കറിയാം. ഓരോ ഇന്നർ ആംഗിളും ഈക്വൽ ആയിരിക്കും, കാരണം എല്ലാം റെഗുലർ പോളിഗൺ ആണ്, എല്ലാത്തിൻ്റെയും സൈഡ്സ് ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ ടോട്ടൽ സം ഓഫ് ഇന്നർ ആംഗിളിനെ അതിന്റെ നമ്പർ ഓഫ് സൈഡ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഈക്വലാറ്റർ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണം ആകുമ്പോൾ 180നെ 3 കൊണ്ട് ഹരിക്കുക, അപ്പൊ 60. ഇവിടെ 360നെ 4 കൊണ്ട് ഹരിക്കുക. സ്ക്വയർ സമചതുരം. അടുത്തത്
പഞ്ചഭുജം. അപ്പോൾ അതിന് 540നെ 5 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ഒരു ആന്തരകോൺ, ഒരു ഇന്നർ ആംഗിൾ കിട്ടി 108 ഡിഗ്രി. അടുത്തത് റെഗുലർ ഹെക്സഗൺ സമഷഡ്ഭുജം. അപ്പോൾ അതിൻ്റെ ടോട്ടൽ ഇന്നർ ആംഗിൾ എത്രയാണ്? 720 ഡിഗ്രി. 720നെ 6 കൊണ്ട് ഹരിച്ചാൽ ഒരു ഇന്നർ ആംഗിൾ കിട്ടി. എത്രയാണ്? 120 ഡിഗ്രി. അടുത്തത് എന്താ ചോദിച്ചിരിക്കുന്നത്? 1 ഔട്ടർ ആംഗിൾ, ഒരു ബാഹ്യകോൺ. നമ്മൾ നേരത്തെ ഇവിടെ ചെയ്തല്ല, എന്താണ്? സം ഓഫ് ഔട്ടർ ആംഗിൾസ് ഏത് പോളിഗൺ ആണെങ്കിലും 360 ഡിഗ്രി ആയിരിക്കും അല്ലെ? എത്ര സൈഡ്സ് ഉണ്ടെങ്കിലും എല്ലാത്തിൻ്റെയും സം ഓഫ് ഔട്ടർ ആംഗിൾ 360 ഡിഗ്രി ആണ്. ഇവിടെ 1 ഔട്ടർ ആംഗിൾ ആണ്. ഇവിടെയും ഔട്ടർ ആംഗിൾ, എല്ലാ ഔട്ടർ ആംഗിളും അല്ലെങ്കിൽ എല്ലാ ബാഹ്യകോണും തുല്യമായിരിക്കും. കാരണം എന്താണ്? ഇത് റെഗുലർ പോളിഗൺസ് ആണ്, അത് എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇവിടെ ആദ്യം എന്താണ്? ഈക്വലാറ്റർ ട്രയാങ്കിൾ അഥവാ സമഭുജ ത്രികോണം. അതിൻ്റെ സം ഓഫ് ഔട്ടർ ആംഗിൾ 360 ഡിഗ്രി ആണ്. അപ്പം അതിന് എത്ര ആംഗിളാണുള്ളത്? 3 ഔട്ടർ ആംഗിളാണുള്ളത്. അപ്പോൾ ഒരു ഔട്ടർ ആംഗിൾ കാണാനായിട്ട് എന്ത് ചെയ്യണം? 360യെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 360 ഡിവൈഡഡ് ബൈ 3, 120 ഡിഗ്രി. അപ്പം ഈക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ 1 ഔട്ടർ ആംഗിൾ എത്രയാണ്? 120 ഡിഗ്രി. ഇനി അടുത്തത് എന്താണ്? സ്ക്വയർ ആണ്. സ്ക്വയറിന് 4 കോണല്ലേ ഉള്ളത്. അപ്പം 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 360 ഡിവൈഡഡ് ബൈ 4 എത്രയാണ്? 90 ഡിഗ്രി. അടുത്തത് എന്താണ്? റെഗുലർ പെൻറ്റഗൺ ആണ്. അപ്പം അവിടെ എന്ത് ചെയ്യണം? 360 ഡിവൈഡഡ് ബൈ 5 കോണല്ലേ, അപ്പം 5. ഇവിടെ എത്ര വരും? 72 ഡിഗ്രി. അതുപോലെ അടുത്തത് റെഗുലർ ഹെക്സഗൺ. അപ്പോൾ അതിന് 360യെ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? റെഗുലർ ഹെക്സഗൺ ആണ്, അപ്പം 6 കൊണ്ട്. റെഗുലർ ഹെക്സഗൺ 360 ഡിവൈഡഡ് ബൈ 6, അപ്പോൾ എന്ത് വരും? 60 ഡിഗ്രി. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ല. നമ്മളിപ്പോൾ ഇവിടെ നമ്പർ ഓഫ് സൈഡ്സ് എഴുതി, സം ഓഫ് ഇന്നർ ആംഗിൾസ് എഴുതി, സം ഓഫ് ഔട്ടർ ആംഗിൾസ് എഴുതി, 1 ഇന്നർ ആംഗിൾ എഴുതി, 1 ഔട്ടർ ആംഗിൾ എഴുതി. ഇത്രയും കാര്യം. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ സജഷൻസ് കമൻസ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്